കൊടകര കുഴൽപ്പണ കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുകയാണ്. പോലീസ് കണ്ടെത്തലുകളെ പാടെ തള്ളിക്കൊണ്ടുള്ള കുറ്റപത്രമാണ് ഇ.ഡി. സമർപ്പിച്ചത്. പണം എത്തിച്ചത് ബി.ജെ.പിക്ക് വേണ്ടിയിട്ടല്ല എന്നാണ് ഇ.ഡി. കുറ്റപത്രത്തിൽ പറഞ്ഞിരിക്കുന്നത്. അതായത് ബി.ജെ.പിയുടെ പണം എന്നതിന് തെളിവില്ല. കലൂർ PMLA കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിച്ചത്. കേസിൽ തുടരന്വേഷണത്തിന് സാധ്യതയില്ലെന്നും ഇ.ഡി. കോടതിയെ അറിയിച്ചു. കുറ്റപത്രത്തിൽ ആകെ 23 പ്രതികളാണ് ഉള്ളത്. കലൂർ PMLA കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രത്തിൽ ആലപ്പുഴയിലുള്ള തിരുവിതാംകൂർ പാലസ് പ്രോപ്പർട്ടി വാങ്ങുന്നതിന് ധർമ്മരാജ് ഡ്രൈവർ ഷംജീറിന്റെ പക്കൽ കൊടുത്തുവിട്ട 3.56 കോടി രൂപ കൊടകരയിൽ വെച്ച് കൊള്ളയടിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്താണ് കേസിനാസ്പദമായ സംഭവം നടക്കുന്നത്. ബി.ജെ.പിയുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്കായി കർണാടകയിൽ നിന്ന് കേരളത്തിലെത്തിച്ച പണം മോഷണം പോയി എന്നായിരുന്നു അന്ന് ആരോപണം ഉയർന്നിരുന്നത്. ഏപ്രിൽ 3 സംഭവം. തൃശൂരിൽ നിന്ന് ബി.ജെ.പിയുടെ ആലപ്പുഴ ജില്ലാ ഓഫീസിലേക്ക് കൊണ്ടുപോയത് എന്ന് ആരോപിക്കപ്പെട്ട പണം കൊടകരയിൽ വെച്ച് വ്യാജ അപകടം സൃഷ്ടിച്ച് തട്ടിക്കൊണ്ടുപോകുകയായിരുന്നു. 3.5 കോടി രൂപയാണ് അന്ന് കവർച്ച ചെയ്യപ്പെട്ടത്. സംഭവം നടന്ന 3 ദിവസത്തിന് ശേഷമാണ് പോലീസിൽ പരാതി നൽകിയത്. പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് കേസെടുത്തിരുന്നു. സംഭവത്തിൽ ദുരൂഹത തോന്നിയതുകൊണ്ട് അന്വേഷണത്തിന് പ്രത്യേക സംഘത്തെയും നിയോഗിച്ചിരുന്നു. കേസിൽ 23 പേരെ അറസ്റ്റും ചെയ്തിരുന്നു. ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് പ്രചാരണത്തിനിടെ ബി.ജെ.പിയെ വെട്ടിലാക്കി മുൻ ഓഫീസ് സെക്രട്ടറി തിരൂർ സതീഷ് ഇതിനെതിരെ രംഗത്തെത്തിയിരുന്നു. കൊടകരയിൽ കുഴൽപ്പണമായി എത്തിയത് ബി.ജെ.പിയുടെ തെരഞ്ഞെടുപ്പ് ഫണ്ടാണ് എന്നായിരുന്നു സതീഷ് എന്ന് പറഞ്ഞിരുന്നത്. ചാക്കുകെട്ടുകളിലായിട്ടാണ് പണം എത്തിച്ചത് എന്നും പണം കൊണ്ടുവന്നവർക്ക് മുറിയെടുത്ത് നൽകിയത് താനാണ് എന്നുമാണ് സതീഷ് എന്ന് പറഞ്ഞിരുന്നത്. എന്നാൽ സതീഷിന്റെ ആരോപണങ്ങൾ ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷനായിരിക്കെ കെ സുരേന്ദ്രൻ തള്ളിപ്പറയുകയും ചെയ്തിരുന്നു. പണത്തിന്റെ ഉറവിടം സംബന്ധിച്ച രേഖകൾ ധർമ്മരാജ് ഹാജരാക്കിയിരുന്നു. പോലീസ് കണ്ടെത്തിയ കളവ് മുതലിന് പുറമെ 3 ലക്ഷം രൂപയും 8 ലക്ഷം രൂപയുടെ വസ്തുക്കളും ഇ.ഡി. കണ്ടുകെട്ടുകയും ചെയ്തിരുന്നു. ആദ്യം പോലീസിൽ നൽകിയ പരാതിയിൽ 25 ലക്ഷം രൂപ തട്ടിയെടുത്തു എന്നാണ് കാറുടമ പരാതിപ്പെട്ടത്. എന്നാൽ പോലീസ് അന്വേഷണത്തിൽ 3.5 കോടി രൂപ നഷ്ടപ്പെട്ടു എന്നാണ് കണ്ടെത്തിയത്.